പ്രിയ സഹോദരന്മാരെ, കോവിഡ് കാലത്ത് നമ്മൾ കേട്ട് പരിചയിച്ച പുതിയൊരു പദമാണ് പൾസ് ഓക്സിമീറ്റർ എന്നുള്ളത്. പല സുഹൃത്തുക്കളും ചോദിച്ചു പൾസ് ഓക്സിമീറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. പലപ്പോഴും ഞങ്ങൾ ഡോക്ടർമാർക്ക് കോളുകൾ വന്നിരുന്നത് പൾസ് ഓക്സിമീറ്റർ തെറ്റായ റീഡിങ് കാണിച്ചതിൻ്റെ പേരിലാണ്. ചിലർ തെറ്റായി റീഡിങ്ങുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കിയതിൻ്റെ പേരിലും കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പൾസ് ഓക്സിമീറ്ററിൻ്റെ ഉപയോഗം പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. പലർക്കും ഇത് അറിയുണ്ടാവും. അറിയാത്ത സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു അറിവ് പങ്കുവെക്കുന്നത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഡോക്ടർ.ബാസിൽസ് ഹോമിയോ ആശുപത്രിയിലെ ഹോമിയോ ഫിസിഷ്യനാണ്. ഏറ്റവും ആദ്യം പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ കാഷ്വാലിറ്റിയിൽ വിരലിൻ്റെ അറ്റത്ത് വെച്ച് കൊടുത്തിരുന്ന കിക്കി കിക്കി എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാവുന്ന ഒരു മെഷീന്, എന്നിട്ട് മോണിറ്ററിൽ അതിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ എഴുത്തും കാണിക്കും. ആ സാധനത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുഞ്ഞൻ ഉപകരണം. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഓക്സിജൻ്റെ സാച്ചുറേഷൻ അളവ് എത്രയാണ് എന്ന് കാണിച്ചു തരലാണ് ഇതിൻ്റെ ഉപയോഗം. നമ്മൾക്കിപ്പോൾ കോവിഡ് ഇത്രയും വ്യാപിച്ച കാലത്ത് എല്ലാവരെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ എന്താ പറയുക, നിങ്ങൾ മരുന്ന് തരാം, വീട്ടിലേക്ക് പോയിക്കോളൂ, എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ഓക്സിജൻ്റെ അളവ് കുറയാണോ ചെയ്യുകയാണെങ്കിൽ വേഗം കൊണ്ടുവരിക എന്ന് പറയും. അപ്പോൾ നമുക്കൊരു അടുത്തത് ഡോക്ടറെ അടുത്തേക്ക് പോകാനായിട്ടുണ്ടോ, തന്ന മരുന്ന് ഏറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കൃത്രിമമായിട്ട് ഓക്സിജൻ കൊടുക്കണോ, ഇന്നലത്തിലേറെ പ്രശ്നമാണോ ഇന്ന്, അല്ലെങ്കിൽ മരുന്ന് കുടിച്ചിട്ട് മാറിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഉപകരണമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൾസ് ഓക്സിമീറ്റർ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്ലിപ്പ് പോലുള്ള ഉപകരണമാണിത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഇതിന് മേൽഭാഗത്ത് ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. ഇതിൽ വിരൽ വെച്ചിട്ടാണ് എങ്ങനെയാണ് ഇതിൽ എത്രയാണ് നമ്മളുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ സാച്ചുറേഷൻ റേറ്റ് എന്ന് അളക്കുന്നത്. ഇതിനു വേണ്ടി വിരലുകൾ ഉപയോഗിക്കുന്നത് വലത് കയ്യൻ ആളുകളാണെങ്കിൽ വലം കയ്യനാണെങ്കിൽ വലത് കയ്യിൻ്റെ വിരൽ, ഇടം കയ്യനാണെങ്കിൽ ഇടത് കയ്യിൻ്റെ വിരൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിൽ സാധാരണയായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ചൂണ്ടുവിരലോ അല്ലെങ്കിൽ മിഡിൽ ഫിംഗറോ ആണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ വലം കയ്യനായതുകൊണ്ട് ഈ കയ്യിലെ ചൂണ്ടുവിരലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഇത് ഇങ്ങനെ തുറക്കുക, എന്നിട്ട് ഈ അടിഭാഗം വിരലിൻ്റെ അടിഭാഗം ഇതിൻ്റെ അടിഭാഗത്തേക്ക് കൊടുക്കുക. അതായത് നഖമുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഡിസ്പ്ലേ വരുന്ന ഭാഗത്തേക്കും വിരലിൻ്റെ ഈ ഭാഗം അതിൻ്റെ താഴെ ഭാഗത്തേക്കുമായിട്ട് ഇങ്ങനെ അടക്കുക. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കയ്യിൽ മൈലാഞ്ചി ഇട്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ എലക്ഷൻ്റെ വര ബാക്കിയായിട്ടുള്ളവരാണെങ്കിൽ, നെയിൽ പോളിഷ് ഇട്ടവരാണെങ്കിൽ, വലിയ നീണ്ട നഖമുള്ളവരാണെങ്കിൽ, കയ്യമ്മ എണ്ണ അങ്ങനത്തെ നനവ് നീര് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കിട്ടുമ്പോൾ തെറ്റായ റീഡിങ് കാണിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നെയിൽ പോളിഷ് ഇല്ലാത്ത, മൈലാഞ്ചി ഇല്ലാത്ത, നഖം മുറിച്ച വിരലുകൾ വേണം സെലക്ട് ചെയ്തെടുക്കാൻ. അത്തരത്തിൽ ഇത് ഇങ്ങനെ തുറക്കുക. അതിനുശേഷം ഈ വിരൽ ഇതിലേക്ക് ചെയ്യുക. പിന്നെ വേറൊന്നും കൂടെ, സാനിറ്റൈസ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം ഉപയോഗിക്കുക. കാരണം പല രോഗികളും ഉപയോഗിച്ചതായിരിക്കും എന്നുള്ളതിനാൽ തന്നെ അങ്ങനെ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കുക. ഇതിന് ശേഷം ഈ ബട്ടൺ ഓൺ ചെയ്യുക, ഇതിലുള്ള ബട്ടൺ ഓൺ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റിൽ താഴെ സമയം നിൽക്കുകയാണെങ്കിൽ അതിലെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണിക്കും. ആ ഡിസ്പ്ലേ ആണ് ശരീരത്തിൻ്റെ ഓക്സിജൻ്റെ അളവായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ അതിൽ 2 യൂണിറ്റ് കാര്യങ്ങളാണ് കാണിച്ചു തരിക. ഒന്ന്, ശരീരത്തിൽ എത്ര ഓക്സിജൻ്റെ അളവുണ്ട്, ശരീരത്തിലെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ റേറ്റ് എത്ര. രണ്ടാമത് നമ്മളുടെ ശരീരത്തിലെ പൾസ് റേറ്റ് എത്രയാണ് എന്നാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം 98 മുകളിലുള്ള വാല്യൂ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരത്തിലെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത് 98. ഇവിടെ എഴുതിയിട്ടുണ്ടാകും 98 SpO2 ശതമാനം എന്നുണ്ട്, പെർസെൻറ്റേജ് SpO2 പെർസെൻറ്റേജ് 98 കാണിക്കുന്നത്. ഇതിൻ്റെ താഴെ കാണിക്കുന്ന വാല്യൂ ആണ് പൾസ് റേറ്റ്. എൻ്റെ പൾസിൻ്റെ നിരക്ക് എത്രയാണ് എന്നുള്ളതാണ്. അതിപ്പോൾ കാണിക്കുന്നത് 107. ഇനി ഓക്സിജൻ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്സിജൻ റേറ്റ് സാധാരണ രീതിക്ക് 94-95 മേലെ നോർമലായിട്ടാണ് ഉള്ളത്. 98, 99 ഒക്കെ കാണിക്കാറുണ്ട്. 94 അതിൻ്റെ താഴെയൊക്കെ വരുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതും നമ്മൾ ഒരു മെഡിക്കൽ കെയറിൽ ആവേണ്ടതും ജാഗരൂകരാവേണ്ടതുമായിട്ടുള്ളത്. അപ്പം നമ്മൾ 96, 97 ഒക്കെ ആണെങ്കിൽ സാധാരണ രീതിക്ക് പേടിക്കേണ്ടതില്ല. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുക അറിയോ, ഇങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത്
മുകളിലുള്ള വാല്യൂ 97 താഴെയുള്ള വാല്യൂ 67 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 75 ആയിരിക്കും. ആളുകൾ പേടിക്കും, എന്നിട്ട് വിളിക്കും, ഡോക്ടറെ 75 ആയിക്കണു ഓക്സിജൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഓക്സിജൻ്റെ അളവല്ല നമ്മളോട് പറയുന്നത്, പൾസിൻ്റെ അളവാണ് പറയുന്നത്. പൾസ് റേറ്റ് നോക്കിയിട്ടാണ് ഈ പേടിക്കുന്നത്. നമ്മളും പറയും ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ എന്ന്. ആശുപത്രിയിൽ എത്തുമ്പോഴായിരിക്കും ഇത് അവർ നോക്കിയ വാല്യൂ തെറ്റാണ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ഉപ്പൂപ്പാനെ, അച്ഛനെ, അപ്പച്ചനെ ഒക്കെ ആശുപത്രിയിലേക്ക് വലിച്ചു വാരി കൊണ്ടുപോവുകയും ആളുകൾ പേടിക്കാനൊക്കെ സാഹചര്യമാവും, നമുക്ക് ഇത് നോക്കാൻ അറിയില്ല എന്നുള്ളതിൻ്റെ കാരണത്താൽ. അപ്പം അത് പറയാൻ സാധാരണ രീതിക്ക് 98 എന്ന് എഴുതിയിട്ടില്ല, അതിൻ്റെ മേലെ SpO2 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇപ്രകാരം SpO2 എന്ന് എഴുതിയതാണ്, ആ SpO2% എന്ന് എഴുതിയതാണ് നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് എന്ന് മനസ്സിലാക്കുക. കോവിഡ് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപിച്ച ഈ സാഹചര്യത്തിൽ ഈ സാധനത്തിനും ഡിമാൻഡ് കൂടി. പണ്ടൊക്കെ 700-800 രൂപക്ക് കിട്ടിയിരുന്ന ഈ സാധനം 1500 രൂപ കൊടുത്താലും കിട്ടാനില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വ്യാപകമായിട്ട് ചാത്തൻ സാധനങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങാനും ഇടയായി. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മെഷീനുകൾ തെറ്റായ വാല്യൂ കാണിക്കുന്ന കാരണത്താൽ പരിഭ്രാന്തരാകാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ, പ്രായോഗികമായിട്ടുള്ള ഒരു വഴി പറഞ്ഞു തരാം. എപ്പോഴും ഇത് ഒരു വിരലിലിട്ട് നോക്കിയിട്ട് അടുത്ത വിരലിലും അതേ അല്ലെങ്കിൽ സമാന വാല്യൂ ആണ് ഉള്ളത് എന്ന് നോക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക ഇതെന്തല്ല, തെറ്റല്ല, റീഡിങ് കാണിക്കുന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ വിരലിലൊരു വാല്യൂ, ഈ വിരലിൽ വേറെ വാല്യൂ, ഈ വിരലിൽ വേറെ വാല്യൂ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയെ അല്ലെങ്കിൽ ഇതിൻ്റെ ജെനുവിനിറ്റിയെ സംശയിക്കാം. പിന്നെ വേറൊന്ന് ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും രോഗികളോട് പറയുന്ന ഒരു പ്രായോഗിക മാർഗ്ഗം ഇതാണ്. നിങ്ങൾ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് കൊണ്ടു കൊടുക്കുക. അവർ ആശുപത്രിയിൽ വരുന്ന രോഗികളെ അവരുടെ മെഷീൻ വെച്ച് ചെക്ക് ചെയ്യും, എന്നിട്ട് ഈ മെഷീനും വെച്ച് ചെക്ക് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും ഇതും വലിയ വ്യത്യാസമില്ലാത്ത റീഡിംഗ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു 0.1% എറർ അതൊന്നും നമ്മൾ നോക്കണ്ട. അല്ലാത്ത എന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ജെനുവിനിറ്റി ഉറപ്പ് വരുത്താനാകും. ഈ സാഹചര്യത്തിൽ തന്നെ വേറൊരു സംഗതി കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ നാട്ടിൽ ഹാപ്പി ഹൈപ്പോക്സിയ എന്നൊരു രോഗം കൂടെ ഉണ്ട്. ഈ കൊറോണ കാലത്ത് കൊറോണയുടെ ഒരു ലക്ഷണവും കാണിക്കില്ല. ആൾക്ക് പനി ഉണ്ടാവില്ല, തൊണ്ടവേദന ഉണ്ടാവില്ല, മണത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല, ചുമ ഉണ്ടാവില്ല, തലവേദന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും. ഇത് വെച്ച് നോക്കുന്ന സമയത്ത് 85, 88, 90 താഴെയൊക്കെ ആയിട്ട് വാല്യൂ കാണിക്കും, എന്നാൽ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. വളരെ അപകടം പിടിച്ചിട്ടുള്ളൊരു കണ്ടീഷനാണത്. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആരോഗ്യമുള്ള ആളുകളിലും ഇത് വെച്ച് നോക്കിയാൽ ഇത് നോർമൽ തന്നെ അല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് എക്സ്പോഷർ കൂടുതലുണ്ടെങ്കിലൊക്കെ. ഈ സാഹചര്യത്തിൽ അത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കുന്നതിനും ഈ ഒരു കുഞ്ഞൻ ഉപകരണം നമുക്ക് ഏറെ സഹായകരാകും. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, ചെറിയ തരത്തിലൊരു വാല്യൂ കാണുമ്പോഴേക്ക്, തെറ്റ് കാണുമ്പോഴേക്ക് പരിഭ്രാന്തരാവുകയല്ല വേണ്ടത്. നിങ്ങൾ അത് വെരിഫൈ ചെയ്തിട്ട് ചെയ്യുക. അതുപോലെ ഇത്തരം ഒരു മെഷീന് ചോദിച്ചാൽ കിട്ടുന്നിടത്തുണ്ടാവുന്നത് നല്ലതാണ്. ഈ കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ എല്ലാവരും വാങ്ങി വെക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം മാർക്കറ്റിൽ ഷോർട്ട് ഉണ്ടാവാൻ കാരണമാവുകയും അനിവാര്യമായ രോഗികൾക്ക് അത് കിട്ടാതിരിക്കാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയും, പല പഞ്ചായത്തിലും പഞ്ചായത്ത് മെമ്പർമാർ, RRD മെമ്പർമാർ കുറച്ചെണ്ണം കയ്യിൽ വെക്കും. അവരെപ്പോഴും എന്ത് ചെയ്യും, ആർക്കെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവരെ വീട്ടിലൊന്ന് വെക്കും. അവർക്ക് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ സാധനം കിട്ടാനില്ലെങ്കിൽ ഇത്തരത്തിൽ സാമൂഹികമായിട്ട് നമ്മൾ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക. ആർക്കെങ്കിലും കഴിയുമെന്നാണെങ്കിൽ വാങ്ങി വെക്കുക. എന്നാൽ ഒരിക്കലും അനാവശ്യമായി വാങ്ങി വെച്ചുകൊണ്ട് കൃത്രിമക്ഷാമം ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ ചാത്തൻ സാധനങ്ങൾ ഇറങ്ങുന്നതിന് നമ്മൾ കാരണമാവാതിരിക്കുകയും ചെയ്യുക. എല്ലാവർക്കും കൊറോണയിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.